ഹലോ നമസ്കാരം. ബബ്ബ എന്ന് പറയുന്ന സിനിമ ഒരു 300 കോടി കളക്ഷൻ വേൾഡ് വൈഡ് നേടുകയാണ് എന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ മോഹൻലാൽ എന്ന് പറയുന്ന നടനെ 2025 എന്ന് പറയുന്ന വർഷത്തിൽ 1000 കോടി കളക്ഷൻ നേടുന്ന ഒരു സൂപ്പർ സ്റ്റാറായി മാറും. എങ്ങനെയാണ് 1000 കോടി നേടുക എന്ന് പറയുന്നത്? എമ്പുരാൻ എന്ന് പറയുന്ന ഈ ഇറങ്ങിയ സിനിമ 250 കോടി കളക്ഷനായിരുന്നു നേടിയിട്ടുള്ളത്. അതുപോലെ തന്നെ തുടരും എന്ന് പറയുന്ന സിനിമ ഏകദേശം 250 കോടിയോളം വേൾഡ് വൈഡ് ആയിട്ട് കളക്ഷൻ നേടി. ഈ രണ്ട് സിനിമയും പാടിയും കൂടിയാണ്ട് 500 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടി. അതുപോലെ തന്നെ ഹൃദയപൂർവ്വം എന്ന് പറയുന്ന സിനിമ ഏകദേശം 90 കോടി കളക്ഷൻ നേടി. അങ്ങനെ 600 കോടി കളക്ഷനാണ് ഈ 3 സിനിമയും കൂടി നേടിയിട്ടുള്ളത്. ഇനി അദ്ദേഹത്തിൻ്റെ ഈ വർഷം ഇറങ്ങാനുള്ളത് വൃഷഭ എന്ന് പറയുന്ന സിനിമയും അതുപോലെ തന്നെ ബബ്ബ എന്ന് പറയുന്ന സിനിമയുമാണ്. ബബ്ബ എന്ന് പറയുന്ന സിനിമ വലിയ തോതിലുള്ള ഒരു ഹൈപ്പുള്ളൊരു സിനിമയാണ്. ഈ ഒരു സിനിമ 200-300 കോടി നേടുകയാണ് എന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ വൃഷഭ എന്ന് പറയുന്ന സിനിമ ഒരു 50 കോടി അല്ലെങ്കിൽ 100 കോടി വേൾഡ് വൈഡ് കളക്ഷൻ നേടുകയാണ് എന്നുണ്ടെങ്കിൽ മോഹൻലാൽ എന്ന് പറയുന്ന നടനെ ഈ വർഷം 2025 എന്ന് പറയുന്ന വർഷം ഒറ്റക്ക് 1000 കോടി കളക്ഷൻ നേടുന്ന ഒരു സൂപ്പർ സ്റ്റാറായി മാറുമെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഇതിന് മുമ്പ് 1000 കോടി നേടിയ താരങ്ങളെന്ന് പറയുന്നത് പ്രഭാസ് 1, അതുപോലെ തന്നെ അല്ലു അർജുന് 2, അതുപോലെ തന്നെ യാഷ് 3, ഷാറുഖ് ഖാൻ 4, അങ്ങനെ ഇന്ത്യൻ സിനിമയിൽ തന്നെ ഒരു 4-5 സൂപ്പർ സ്റ്റാറുകൾ മാത്രമേ ഉള്ളൂ ഒരു വർഷം 1000 കോടി കളക്ഷൻ നേടിയിട്ടുള്ളത്. ആ ലിസ്റ്റിലോട്ട് മലയാളി താരം മോഹൻലാൽ എത്തുമെന്നുള്ളത് തന്നെയാണ് നിങ്ങൾ ആലോചിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ബബ്ബ എന്ന് പറയുന്ന സിനിമ മോഹൻലാൽ എന്ന് പറയുന്ന സ്റ്റാർഡത്തെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഈ വർഷം 5 സിനിമകളാണ് ഇറങ്ങാൻ പോകുന്നത്. 3 സിനിമകൾ ഇറങ്ങി, ഇനി 2 ഇറങ്ങാൻ പോകുന്നുണ്ട്. ബബ്ബ അതുപോലെ തന്നെ വൃഷഭ. ഈ 2 സിനിമയും സൂപ്പർ ഹിറ്റ് ആകുകയാണ് എന്നുണ്ടെങ്കിൽ, ഈ 2 സിനിമയും കൂടി 400 കോടി കളക്ഷൻ നേടുകയാണ് എന്നുണ്ടെങ്കിൽ മോഹൻലാൽ 2025 എന്ന് പറയുന്ന വർഷം 1000 കോടി നേടുന്ന താരമായി മാറുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നന്ദി.